അച്ഛൻ ഒറ്റയ്ക്ക് ചെയ്യാ, ഞങ്ങളെ തൊടിയിക്കാറില്ല. കാരണം മുള്ളു ഉള്ളിലേക്ക് കയറ്റൂല. നമ്മുടെ റംഗൂൺ ക്രീപ്പർ ഒരു ഇറച്ചിക്കടയുടെ മുമ്പിൽ മനോഹരമായിട്ട് ബ്ലൂം ചെയ്ത് നിൽക്കുക. അതിലേറ്റവും കൂടുതൽ കമൻറ്റ് വന്നത് ഇത് കാട്ടുചെടിയാണ്, ഞങ്ങളുടെ നാട്ടിലുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? അതിലൊരു കഥയുണ്ട്, അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇതിൻ്റെ വേറെ സാധനമുണ്ട്, ഇതിന് നല്ല സ്മെല്ലാണ്. ഇതിപ്പോൾ രാത്രിയൊക്കെ ഇതിലെ വന്നിട്ടുണ്ടെങ്കിൽ അത്രമാത്രം സ്മെല്ലാണ് ഇവിടെ. അതെ, ആ മറ്റേ ചെടി എന്ന് പറഞ്ഞില്ലേ, അത് വലിപ്പം കൂടിയ പൂവായിരിക്കും. അത് ഒരു മരം കിട്ടിക്കഴിഞ്ഞാൽ വലിഞ്ഞ് മരത്തിലോട്ട് എവിടെയുണ്ട് അവിടെ വരെ കയറി പോകും. ഇതങ്ങനെ പോവില്ല. നമ്മൾ ഈ കമ്പുകൾ കുത്തുന്ന സമയത്ത് കുഴിഞ്ഞിരിക്കരുത്. ഈ നമ്മൾ ഇതിനുള്ള ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ നടുന്നില്ലേ, പുതിയ പ്ലാന്റ് ചെയ്യാനും. അല്ല, 2 ഇഞ്ച് പൊന്തി നിൽക്കുന്ന മണ്ണിൽ മെലസ്റ്റോമ നട്ടിട്ട് ഒരു 5-6 വർഷമേ ആയിട്ടുള്ളൂ. ജൈവവളം ചാണകപ്പൊടി കാര്യമായിട്ട് ചെയ്യുന്നത്, പിന്നെ ചാണകം കലക്കി ഒഴിക്കും, പിന്നെ യൂറിയ. ഹായ്, ക്രിയേറ്റീവ് വാർഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കാണുന്നില്ല അല്ലേ? എങ്ങനെ കാണാനാണ്? ഇത് കണ്ടോ? ഇത് കണ്ടാൽ എങ്ങനെ കാണാൻ കഴിയുക? നമ്മളതാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും എത്രത്തോളം പീക്കിലെത്താൻ പറ്റുമോ അത്രത്തോളം പീക്കിലെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എന്താ ഇതിന് മാത്രം ചോദിക്കും? ഇതിന് മാത്രമല്ല, അങ്ങോട്ടൊന്ന് നോക്കിയേ. നേരത്തെ ഞാൻ ചോദിച്ച പോലെ എങ്ങനെ എന്നെ കാണുക? തീർച്ചയായിട്ടും കാണില്ല. കാരണം ഈ അതേപോലെ ഭംഗിയായിട്ടാണ് ഒരു കളർ ഇങ്ങനെ ഫുൾ ബ്ലൂം ചെയ്ത് നിൽക്കുന്നു, അതിൻ്റെ തൊട്ടടുത്ത് വാശിയോടുകൂടി അതിൻ്റെ അടുത്ത കളർ ബ്ലൂം ചെയ്ത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത്രയേ ഉള്ളൂ. അല്ല, ഏകദേശം 30ഓളം എണ്ണം ഉണ്ട്. 30ഓളം എണ്ണം എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലാണ്. ഈ സൈഡിൽ ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അപ്പം അങ്ങനെയല്ലാന്നേ. അങ്ങോട്ടൊന്ന് നോക്കിയേ, കണ്ടോ? ഇതാണ് പറഞ്ഞത്, മാക്സിമം നമ്മൾ എത്താൻ പറ്റുന്നേരം മാക്സിമത്തിലെത്തും. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാതിരിക്കാൻ വയ്യ, സാധാരണ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തൊക്കെ ഇതുപോലെ റോഡ് സൈഡിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ആ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഇതുപോലുള്ള പ്ലാന്റുകൾ വെച്ച് പിടിപ്പിക്കാൻ ഏറ്റവും മനോഹരമാണ്. സുൽത്താൻ ബത്തേരിയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ ടൗണും അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാന്റൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊക്കെ ഒരുപാട് ആളുകൾ കാണാനുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരാളുകളും കാണാനില്ല. അതല്ലെങ്കിൽ ഇപ്പോൾ ടാറിംഗ് റോഡൊക്കെ കാണുന്നുണ്ടെങ്കിലും വണ്ടികളോ കാര്യങ്ങളോ ഒക്കെ വളരെ കുറവുള്ള സ്ഥലം. മെയിൻ റോഡല്ല, കുറേ ഉള്ളിലാണ്. എവിടെയെന്ന് വെച്ചാൽ വാളാട് എന്ന് പറയുന്ന സ്ഥലമാണ്. വാളാട് വയനാട്ടിലല്ലേ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതെ, നമ്മൾ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും. അതുകൊണ്ടാണ് ഈ ഒരു സ്വർഗ്ഗലോകത്ത് എത്താൻ നമ്മൾ കുറച്ച് വൈകിയത്. ആ വൈകിയതിന് നഷ്ടബോധം ഇപ്പം എൻ്റെ മുഖത്തുണ്ടാവും. അത്ര മനോഹരമായിട്ട് ചെയ്തിട്ടില്ല. ശരിക്കും അധികാരികളൊക്കെ ഒന്ന് കണ്ണ് തുറക്കണം. കാരണം എന്താ പറയുക, നമ്മൾ വലിയ വലിയ സൈസാവുന്ന മരങ്ങൾ വെച്ച് അത് പൊട്ടി വീഴുന്നു, വണ്ടികളിലേക്ക് വീഴുന്നു, അതിൻ്റെ ഗ്ലാസ് പൊട്ടുന്നു. ഇതുപോലെ തന്നെ മഴക്കാലാവുന്നതിന് 2-3 ദിവസം മുമ്പ് കറണ്ട് ഇല്ലാതാവുന്നു, ടച്ചിങ്സ് വെട്ടാനെന്നുള്ള കാരണത്താൽ. ഇതൊന്നുമില്ല, എന്നാൽ വസന്തം തീർക്കുകയാണ്. ശരിക്കും ഇപ്പോൾ ഏറ്റവും ഫ്ലവർ കുറച്ച് കുറഞ്ഞ സമയമാണ്. ഏറ്റവും ഫ്ലവർ കുറവെന്നല്ല പറയുന്നത്, പക്ഷേ സെപ്റ്റംബറിലാണ് ഏറ്റവും മനോഹര റെക്കോർഡ് ഫ്ലവറും ഇതിൻ്റെ ഇരട്ടി വലിപ്പം ഉണ്ടാവും ഫ്ലവറിനെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഇതൊക്കെ പോട്ടെ, നമ്മൾ ഏത് പ്ലാന്റ് വെച്ചാലും അതിൻ്റെ ലീഫ് ചാടിയിട്ടാണ് ഏറ്റവും കൂടുതൽ വൃത്തികേടാവുന്നത്. ഇവിടെ ഒന്ന് നോക്ക്, ഇതാരും കൊണ്ടിട്ടൊന്നുമല്ല, ഇതിങ്ങനെ റോഡ് സൈഡിൽ ഫുൾ ഇങ്ങനെ ഭംഗിയുള്ള ലീഫുകൾ ഇങ്ങനെ വീണ് നടക്കുക. ഫ്ലവറായിട്ടല്ല വീഴുന്നത്, അതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. പിന്നെ വലിയ ഫ്ലഷ് ഇല്ല, വളരെ പേപ്പർ കാണാനുള്ള, അതുകൊണ്ട് വളരെ നീറ്റായിട്ട് കിടക്കും. ഒരു കാരണവശാലും ഒരു ഫ്ലഷ് അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ചീഞ്ഞിട്ടൊരു ബുദ്ധിമുട്ടോ വഴുക്കുകയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള പ്ലാന്റുകളൊക്കെ നട്ട് കഴിഞ്ഞാൽ, പിന്നെ ഈ പ്ലാന്റിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, പെട്ടെന്ന് ഉണങ്ങി പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, നല്ലോണം വേണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും കമൻറ്റിൽ ഈ തണുപ്പുള്ള മേഖലകളാണ് വരുന്നതെങ്കിലും അങ്ങനെയല്ല. അല്ലാത്ത അതേ വീഡിയോയിൽ തന്നെ കമൻറ്റിൽ കാണാം ഞങ്ങൾ തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട്, കോട്ടയത്തുണ്ട്, കണ്ണൂരുണ്ട്. അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. കാരണം ഒരു ടീം അതിനെ എതിർത്ത് പറയുമ്പോൾ അതിനല്ല, അങ്ങനെയല്ല, ഞങ്ങളിവിടെ നട്ടുണ്ടാക്കിയെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇതെന്താ എവിടെയെന്നൊക്കെ അറിയണ്ടേ? അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാളാടാണ്. ഈ ദേവലോകം സൃഷ്ടിച്ച ആളുടെ പേരറിയണ്ടേ? ദേവൻ. അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആ ദേവേട്ടനെയും ആ ഫാമിലിയും നമുക്കൊന്ന് പരിചയപ്പെടാം. റോഡ് സൈഡ് ഇത്ര മനോഹരമാക്കി കൊണ്ടു നടക്കുന്ന ആൾക്ക് ആദ്യം തന്നെ ഗ്രീൻ ഹെവൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. അങ്ങനെ തോന്നുകയാണ്, തീർച്ചയായും ഇതിൻ്റെ കമൻറ്റിലൂടെ ഒരു സല്യൂട്ട് അദ്ദേഹത്തിന് കൊടുക്കണം കേട്ടോ. കാരണം ഇതാരും ഒന്നും ചെയ്ത് കൊടുത്തിട്ടല്ല, അത്ര മനോഹരമായിട്ടാണ് വീടിൻ്റെ ഫ്രണ്ടിലും. അതും ഒരു റോസിൻ്റെ ഗാർഡൻ ഉണ്ട്. നമുക്ക് റോസ് ഗാർഡൻ കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഗ്രീൻ ഹെവന്. അതിനും ഇവിടെ ഏറ്റവും പരിഹാരമുണ്ട്. അത്രത്തോളം ബ്ലൂമാണ്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ ബ്ലൂം കുറവാണെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ദേവലോകത്തേക്ക് സ്വാഗതം. ഇതാണ് ആള്, ഇതല്ല ഇതാണ് ആൾക്കാർ. ഹായ്, ഹലോ, പേരൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കേ. എൻ്റെ പേര് ദേവരാജൻ. എൻ്റെ പേര് സിന്ധു. അനഘ. മോളാണ്. ഇതെൻ്റെ മോള് ഇതൾ. എത്ര കുട്ടികളാ? പിള്ളേർ? 2 കുട്ടികൾ. 2 പേര്. 2 പെൺകുട്ടികൾ. മറ്റാള് ജോലി ചെയ്യുന്നു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ. പേര്? അമൃത. പിന്നെ ഇവളുടെ ഹസ്ബൻഡ് ലിജിൻ. ആൾക്ക് ഒരു കുട്ടിയാന്ന് തോന്നുന്നു അല്ലേ? ഒരു കുട്ടി. അപ്പോൾ ഈ ചെടികളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ 3-4 പേര് കൂടിയാണോ? അച്ഛൻ ഒറ്റയ്ക്ക് ചെയ്യാ, ഞങ്ങളെ തൊടിയിക്കാറില്ല. കാരണം മുള്ളു
ഉള്ളിലേക്ക് കയറ്റൂല. ശരി. അപ്പോൾ ചെടികളോട് മാത്രമല്ല ഫാമിലിയോട് ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ് അല്ലേ? നല്ല അച്ഛനാണ്. നല്ല അച്ഛനാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഈ കാണുന്ന ആളുകൾ പറയും. കാരണം എന്താണെന്നറിയോ, അങ്ങനത്തെ ഒരു സ്വർഗം തന്നെയാണ് ഉണ്ടാക്കിയത്. അത്രയും മനോഹരമായിട്ടുള്ളത് കാണുന്നത്. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? നിങ്ങളുടെ അച്ഛനോടുള്ള ഒരു ഫീൽ എന്താ? അച്ഛൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. രാത്രിക്കൊക്കെ വന്നിട്ട് 11 മണിക്കൊക്കെയാണ് നനയ്ക്കുന്നത്. അച്ഛൻ പുറത്തൊക്കെ പോയി വന്നിട്ട് സമയം ഉണ്ടാക്കി നനയ്ക്കുന്നതാണ്. രാത്രിക്കൊക്കെയാണ് ഇതിന് വേണ്ടി മെനക്കിടുക. എത്രയാണ് കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളെ അടുപ്പിക്കൂല. മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരോടും എങ്ങനെ ചെടിയുടെ സ്നേഹമുണ്ടോ? അതായത് മക്കൾക്ക് രണ്ടുപേർക്ക് ഇത് കിട്ടിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് സ്നേഹമുണ്ട്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാൻ മാത്രം. എൻ്റെ ഇളയ മോൾക്ക് ഇവളെക്കാളും കൂടുതൽ ഇഷ്ടമാണ്, താല്പര്യമാണ്. അവിടെ എവിടുന്നെങ്കിലും ചെടി കൊണ്ടുവന്ന് നട്ടിട്ടുമുണ്ട് ആദ്യമൊക്കെ. ഇപ്പൊ പിന്നെ ചേട്ടൻ അതിൽ അടുപ്പിക്കില്ല, ചേട്ടൻ തന്നെ സ്വന്തം. അതായത് വേറൊന്നും അല്ല, ഈ മുള്ളുകൊള്ളുന്നൊന്നും അല്ല അതിൻ്റെ കാര്യം. അദ്ദേഹത്തിന് ഇത് പെർഫെക്ഷൻ ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് തന്നെയാണ് സത്യം. ഇവിടെ വളരെ വണ്ടി കുറവാണ് അല്ലേ? വാഹനങ്ങൾ കുറവാണ്, ലൈൻ ബസ് ഇല്ല. ഇത് കുറച്ച് ഫോറസ്റ്റിന്റെ കഴിഞ്ഞിട്ട് വേണം ഇതിനുള്ളിൽ ഇവിടേക്ക് വരാൻ. ഇതൊക്കെ ആയിട്ട് പോലും ഇതിപ്പോ പുറമേ ആരും വന്ന് കാണുന്ന ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തല്ലോ. അപ്പൊ അതിന്റെ കാരണം എന്താ? ഇതിനോട് താല്പര്യമായിരുന്നു ആദ്യം മുതൽ. നമ്മുടെ വീടും പരിസരവും ഒന്ന് നന്നായി കിടക്കണം എന്നുള്ള ചിന്താഗതി ഒരു ഐശ്വര്യമാണല്ലോ. തീർച്ചയായിട്ടും. രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് കാണുന്നതാ ഇങ്ങനെ ഒരു രംഗമാണ്. ഇങ്ങനെ രംഗം എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ചെടികളുണ്ട്? ഒരു 30 മെലസ്റ്റോമ ഉണ്ട്. മെലസ്റ്റോമ നട്ടിട്ട് ഒരു 5-6 വർഷം ആയിട്ടുള്ളൂ. 6 വർഷം. ശരിക്കും നട്ടപ്പോൾ എന്ത് ചെയ്തിട്ടാ? അങ്ങനെ കുഴിയൊക്കെ അങ്ങനെ പ്രത്യേകം ജൈവവളം ഇങ്ങനെ കുഴി കുത്തി നട്ടിട്ട് ജൈവവളം, ചാണകപ്പൊടി കാര്യമായിട്ട് ചെയ്യുന്നത്. പിന്നെ ചാണകം കലക്കി ഒഴിക്കും. പിന്നെ യൂറിയ. പിന്നെ നടക്കുമ്പോൾ തുടക്കത്തിൽ യൂറിയ എന്ന് പറഞ്ഞു, അത് തീർത്തില്ല. അത് എങ്ങനെ യൂറിയ കലക്കി ഒഴിക്കുകയാണോ? ഇടും. അത് എത്ര കാലം കൂടുമ്പോൾ ഇടും? അത് ഒരു 3 മാസം 2 മാസം കൂടുമ്പോഴൊക്കെ അങ്ങനെ ഇടാം. ഓവറായി പോകാണ്ട് കുറച്ച് ഇട്ടാൽ മതി. പിന്നെ ചാണകപ്പൊടിയും പിന്നെ പച്ച ചാണകം കലക്കി ഒഴിക്കുന്നു. കലക്കിയിട്ട് എല്ലാത്തിനും ചോട്ടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ കടലപ്പിണ്ണാക്ക് പൊടിച്ചിടും. അതെന്താ, എങ്ങനെയാ? അത് മില്ലിൽ പൊടിക്കണം. പൊടിച്ചിട്ട് ഇത് ചോട്ടിൽ വിതറും. അത് പിന്നെ പുളിപ്പിച്ച് ഒഴിക്കുക എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ പുളിപ്പിച്ച് ഒഴിക്കലില്ല, ഞാൻ അങ്ങനെ അതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുത്ത് നനയ്ക്കല. അത് ശരി. അത് എങ്ങനെ ചോട്ടിൽ കുറച്ച് വിട്ടിടോ? ചോട്ടിൽ ഈ പിണ്ണാക്ക് വിട്ടിടണമെന്നില്ല, യൂറിയ വിട്ടിടണം. ശരി. എന്നിട്ട് നനച്ചു കൊടുക്കും നന്നായിട്ട്. ഈ യൂറിയയും ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യില്ലല്ലോ? യൂറിയയും പിണ്ണാക്കും ഒന്നിച്ചിടാം. കുഴപ്പമില്ല. അതിനായിട്ട് കറക്റ്റായിട്ട് ചെല്ലണം. വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡെയിലി നനയ്ക്കണം. ഒന്നാമത്തെ ഇത് കുറച്ച് പൊക്കത്ത് കയറി നിൽക്കുന്ന സ്ഥലം കൂടെ, പിന്നെ ചെരുവും ആണ്. പ്ലാന്റ് നിൽക്കുന്നതിന് താഴേക്ക് നല്ല ചെരുവാണ്. നന്നായിട്ട് നനവ് ഇല്ലെങ്കിൽ ഇത് വാടിപ്പോവും, പൂക്കൾ വാടിപ്പോവും. അപ്പം നന്നായിട്ട് നനയ്ക്കണം. പിന്നെ നനയ്ക്കൽ മാത്രമല്ല, ഇതിൻ്റെ പരിപാലനം ശ്രദ്ധിക്കൽ. നമ്മൾ ചെടികളെ നന്നായിട്ട് ശ്രദ്ധിക്കണം. പുഴുണ്ടോ, ആരെങ്കിലും ഒടിച്ചിട്ട് പോയിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കും. അപ്പോൾ മെയിനായിട്ട് ഇതിനെക്കുറിച്ചുള്ള പരാതി എന്ന് പറയുന്നത് ഉണങ്ങിപ്പോവുക എന്നുള്ള ഒരു പ്രശ്നമാണ് പറയുന്നത്. എന്തെങ്കിലും പെസ്റ്റിസൈഡ് ചെയ്യാറുണ്ടോ? ഉണങ്ങിപ്പോകുന്നത് അത് പുഴു മുറിക്കുന്നത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അതിൻ്റെ ചുവട്ടിൽ ഈ തണ്ട് റൗണ്ടിൽ കടിക്കുന്നൊരു പുഴുണ്ട്. അത് കടിച്ച് ഇതായി കഴിഞ്ഞാൽ പിന്നെ അത് ഉണങ്ങും. അത് എന്താ അതിന് ചെയ്യുന്നത്? അതിന് നമ്മൾ എന്തെങ്കിലും പോയിസൺ അടിക്കണം. എന്താ അടിക്കുന്നത്? നമ്മൾ കലക്സാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാ? അത് പുഴു കാണുമ്പോൾ ചെയ്യാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാ വർഷവും അങ്ങനെ ചെയ്യുന്നതാണോ ചെയ്യുന്നത്? അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണത്. ഈ ശ്രദ്ധിച്ചില്ല എന്താണെന്ന് വെച്ചാൽ ഈ പുഴു മുറിക്കുന്ന നമ്മൾ അറിയില്ല. അപ്പോൾ മെയിനായിട്ട് പറയുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഡെയിലി ഇതിനൊന്ന് പോയി ചോട്ടിലൊക്കെ നോക്കി ഒന്ന് പരിപാലിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഡെയിലി നോക്കണം. ഡെയിലി നോക്കാന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ടൈം വേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഇത് നടന്നിങ്ങനെ ഞാൻ നോക്കും. പക്ഷെ എങ്ങനെയാണ് ഇങ്ങനെ ഈ റോഡ് സൈഡ് ഇത്രയും ഭംഗിയാക്കുക? അതിപ്പോൾ ആരും നേരത്തെ പറഞ്ഞ പോലെ വന്ന് കണ്ടിട്ടൊന്നുമല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു തോന്നൽ വന്നത്? എങ്ങനെയാണ്? അതെനിക്ക് അന്നേരം ഒരു ഐഡിയ തോന്നി. സൈഡിൽ ഇത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പൂത്ത് നിറച്ച് പൂവായി കഴിഞ്ഞാൽ ഒരു സ്റ്റൈലായിരിക്കുമല്ലോ എന്ന് തോന്നി. അങ്ങനെ അത് ചെയ്യുന്നതാണ്. വീടിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്. പക്ഷേ വീടിന്റെ ഫ്രണ്ട് കഴിഞ്ഞിട്ട് ഒരുപാട് ദൂരം ചെയ്തിട്ടുണ്ടല്ലോ. അത് പരമാവധി പറ്റുന്നിടത്തോളം നടാന്ന് വെച്ചിട്ട് റോഡ് സൈഡ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നിടത്തോളം ഏരിയയിൽ കാലം ഭംഗിയാക്കി കൊണ്ടുനടക്കാൻ. ഇത് തന്നെയാണ് ഏറ്റവും വലുത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ വീടിന്റെ മുൻഭാഗം പോലും വൃത്തിയാക്കി ഇടാത്ത ആളുകൾ ഇതൊക്കെ ഒന്ന് കാണണം ശരിക്കും. കാരണം വീട് കഴിഞ്ഞിട്ട് എത്രയോ ദൂരമുണ്ട്. ഇത് കണ്ടോ, ഇത്രയും ഇവിടുന്ന് അങ്ങോട്ട് വീടിൻ്റെ അങ്ങോട്ടും ഉണ്ട്. അതിൻ്റെ തേയിലത്തോട്ടമൊക്കെ കാണാൻ അതിലേറെ ഭംഗി. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറേ ദൂരം മുന്നിലോട്ട് നട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും അധികാരികൾ കാണണം. വലിയ വലിയ മരങ്ങൾ വെക്കാതെ ഇതുപോലെ ചെറിയ മരങ്ങൾ വെക്കുക. ഇനി നമ്മുടെ ഗ്രീൻ ഹെവൻ ഫാമിലിക്ക് കിട്ടാത്തൊരു ഭാഗ്യം കൂടി ഈ മെലസ്ട്രോമ അല്ലാത്തൊരു സംഭവം ഇവിടെ ഉണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ റോസ. റോസനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ഫ്ലവറിങ് കുറവാന്ന് പറഞ്ഞപ്പോൾ
ഇപ്പൊ കുറവാ, ഇപ്പൊ ചൂട് കൂടുതലാണ്. പിന്നെ ഒരു റൗണ്ട് പൂക്കൾ കഴിഞ്ഞു ഇപ്പം. പക്ഷേ അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഫ്ലവറിനേക്കാൾ കൂടുതൽ അറിയേണ്ടത് എന്താണെന്നറിയോ? നമുക്ക് അതിൻ്റെ പരിപാലനവും കാര്യങ്ങളാണ് അറിയേണ്ടത്. അപ്പോൾ അതൊന്ന് പറഞ്ഞു തരൂ. പരിപാലനം ഇതേ വളങ്ങൾ തന്നെ. ഇപ്പം എല്ലാത്തിനും ചാണകപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ യൂറിയ, എല്ലുപൊടി, പിണ്ണാക്ക്, ഈ സാധനം അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യലില്ല. ഈ നമുക്ക് കുറച്ച് യൂറിയ മാത്രമാണ് കാര്യമായിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള വളമായിട്ട് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം പിണ്ണാക്കും വാങ്ങും. പിണ്ണാക്ക് അത് എപ്പോഴും ഇല്ല. എല്ലുപൊടി അതൊക്കെ ഫസ്റ്റ് മാത്രമേ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ചാണകം കലക്കി ഒഴിക്കുന്നു, ഇടയ്ക്ക് കുറച്ച് യൂറിയ ഇങ്ങനെ തുള്ളി കൊടുക്കും. എത്ര വെറൈറ്റി റോസ് ഉണ്ട്? വെറൈറ്റി ഒരു 15ഓളം ഉണ്ടാവും. 15ഓളം വെറൈറ്റി ഉണ്ടാവും. അപ്പോൾ അതിന് എങ്ങനെയാണ് ഇതിപ്പോൾ 15ഓളം വെറൈറ്റി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 100-150ഓളം ചുവടുണ്ട്. അപ്പോൾ അതിനെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? അത് ഓരോ ഐറ്റം, അതായത് ചുവടുകൾ മാറ്റി കുത്തി കൊടുക്കും. അപ്പോൾ എങ്ങനെയാണ് നടുന്നത്? ഒരുപാട് ആളുകൾക്ക് റോസ് പിടിക്കുന്നില്ല എന്നുള്ള പരാതിയാണ്. അപ്പോൾ ആ പരാതിക്കുള്ള ഒരു പരിഹാരം എന്താണ്? നടുന്നത് നമ്മളിപ്പോൾ ഞാൻ ശാസ്ത്രീയമായ രീതിയിലൊന്നും പോകലില്ല. നമുക്ക് ശാസ്ത്രീയത വേണ്ട, നമ്മൾ ശാസ്ത്രീയതയെക്കുറിച്ച് സംസാരിക്കാറേ ഇല്ല. പലരും ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അതിൻ്റെ സയൻറ്റിഫിക് നെയിമൊക്കെ പറയും. പക്ഷേ ഒരു സാധാരണക്കാരന് ചെടി ചെയ്യണമെങ്കിലുള്ള ഒരു നമ്മൾ ചെയ്യുന്നവരോട് പോയി ചോദിക്കുന്നത് എന്തിനാണെന്നറിയോ? അവർ ചെയ്യുന്ന കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് പ്രധാനമായിട്ട് ഇത് കൊമ്പ് കുത്തി നടുക. അതെ, അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യും? ഒന്നും ചെയ്യണ്ട. നമ്മൾക്ക് ഒരു 10-20 എണ്ണം നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 എണ്ണം പിടിക്കുള്ളൂ. അപ്പം നമ്മൾ അതനുസരിച്ച് നടും. ഇത്ര വലുപ്പമുള്ള കമ്പാണ് എടുക്കുന്നത്. വലുപ്പം എന്ന് പറഞ്ഞാൽ എന്താ, ഇത്ര മാത്രം നീളം മതി ഇതിന്. ഇത്ര കട്ട് ചെയ്യണമെന്നില്ല. ഇപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സമയത്ത് വെയിലല്ലേ. അപ്പോൾ ആ ഒരു കടലാസ് പെൻസിലിൻ്റെ വണ്ണം അല്ലേ? ഇത്ര വണ്ണം കുറച്ച് കൂടിയാൽ കുഴപ്പമില്ല. പക്ഷേ തലപ്പാണ് ഏറ്റവും നല്ലത് പിടിക്കാൻ. അത് ശരി. ഈ ഏറ്റവും അറ്റാകുമ്പോൾ നമ്മൾക്കത് മൈൻഡ് ചെയ്യില്ല. എല്ലാവരും അത് മൈൻഡ് ചെയ്യില്ല. കാരണം പോവും, അത് പിടിക്കില്ല എന്നൊക്കെ പറയും. പക്ഷേ ഏറ്റവും പെട്ടെന്ന് തളർക്കുന്നത് ഏതായിരിക്കും. അത് ഞാനെന്നാ വിചാരിച്ചത്, ഇത്രയും കാലം വിചാരിച്ചത് ഒരു കടലാസ് പെൻസിലിന്റെ സ്റ്റമ്പ് വേണമെന്നാ വിചാരിച്ചത്. ഇതും നടുന്നതിന് കുഴപ്പമില്ല, പിടിക്കും. പക്ഷെ കുറച്ചുകൂടെ എളുപ്പം അറ്റം തന്നെയാണ് അല്ലേ? ഇതാണ് ചെയ്യുന്നവരോട് ചോദിച്ചാലുള്ള ഗുണം, സയന്റിഫിക് അല്ലാത്ത. പിന്നെ ഇത് ചട്ടിയിലേക്കാണോ ആദ്യം നടുന്നത്? ഇല്ല, ഞാൻ കവറിലേക്കാണോ? ഇല്ലല്ല, കവറിൽ ഞാൻ ഇത് മുളപ്പിക്കുന്ന പരിപാടിയില്ല. ചട്ടിയും കവർ ഒന്നുമില്ല? ഇല്ല, ഒന്നുമില്ല. ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. ഇവിടെ നമ്മൾ തൂമ്പയ്ക്ക് ഇളക്കിയിട്ട് അവിടെ കുത്തി വെക്കുന്നു. നിലത്ത് തന്നെ. അപ്പൊ അങ്ങനെ ചെയ്തിട്ടാണ് ഇത്രയും വലിയൊരു റോസ് തോട്ടമുള്ളത്? എല്ലാം നിലത്ത് കുത്തി വെക്കുള്ളൂ. ഇനി ചട്ടിയിലുള്ള ഏതെങ്കിലും എവിടെന്നെങ്കിലും ചെടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനത് അപ്പം തന്നെ പറിച്ചിട്ട് നട്ടു വെക്കും, മണ്ണിൽ വെക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്ലാന്റ് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും വേണ്ട, മനസ്സും അതുപോലെ തന്നെ ധൈര്യം ഉണ്ടായാൽ മതി എന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഇതിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് കുത്തേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇല്ല, നമ്മൾക്ക് ഇത് അല്ല, ഒരുപാട് പേര് കറ്റാർവാഴ ജെല്ല്, മറ്റേ റൂട്ടിംഗ് ഹോർമോൺ അങ്ങനെയൊക്കെ പറയുന്നു. ഒരു ആവശ്യമില്ല, ഇതിങ്ങനെ കുത്തിവെച്ചാൽ മതി. ചിലപ്പോൾ എല്ലാം ഒരുപോലെ പിടിക്കില്ല, ചിലപ്പോൾ മുളയ്ക്കും ചെയ്യും. പക്ഷേ ഒരു നേരത്തെ പറഞ്ഞ ഒരു 20 എണ്ണം കുത്തിയാൽ 10 എണ്ണമൊക്കെ മുളയ്ക്കും, ചിലപ്പോൾ 15 എണ്ണം മുളയ്ക്കും. വളരെ കുറച്ച്. പിന്നെ എന്താണ് ഇതിന് ശ്രദ്ധിക്കേണ്ടത്? പ്രൂണിങ് ഏത് സമയത്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഏത് ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണെങ്കിലും ഇത് നട്ടുപിടിപ്പിക്കാൻ പറ്റും. അല്ല, പ്രൂൺ ചെയ്യേണ്ടത് നമ്മൾ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്യില്ല. കട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതിപ്പോൾ ഇതെല്ലാം പൂക്കൾ കഴിഞ്ഞതാ. അപ്പൊ ഈ ഒരു ഫ്ലവർ ബെഞ്ച് കഴിഞ്ഞു ഇത് വാടി കൊഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് കട്ട് ചെയ്ത് കളയും. അങ്ങനെ പ്രൂൺ ചെയ്യും. ഇത് ശരിക്കും നല്ല പഴക്കമുള്ള റോസ കമ്പുകളല്ലേ? ഇതൊക്കെ ഒരു 2-3 വർഷം. ഇത് ഫ്ലവർ കഴിയുമ്പോഴും നമ്മൾ അത് പ്രൂൺ ചെയ്ത് കൊടുക്കും. പ്രൂൺ ചെയ്തതിന് ശേഷം പിന്നെ എന്താ അടുത്ത വർഷത്തേക്കുള്ള പിടിപ്പിക്കുക? എങ്ങനെയാ? ചുമ്മാ അല്ല, ഇതിൽ നിന്നിപ്പോൾ വീണ്ടും പുതിയ കിളിർപ്പ് വരും. തളിർപ്പ് വരും. ഇവിടുന്ന് ഇപ്പം തന്നെ വരും. ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ ഇപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിളിർത്ത് വരും. അതിൽ ഫ്ലവർ ഉണ്ടാവും. അതിൽ നല്ല ശക്തിയിൽ തന്നെ വരിക, നല്ല ഫ്ലവറും ഉണ്ടാവും. ഫ്ലവർ നന്നായിട്ടുണ്ടാവും. ആണ്. അപ്പോൾ ഇതിന് മറ്റുള്ള ബാക്കി എന്താ ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ വളം പറഞ്ഞു, പിന്നെ പ്രൂൺ ചെയ്യേണ്ടത് പറഞ്ഞു. നടാൻ എളുപ്പം എപ്പോഴാണ്, ഏത് സമയത്ത് ഏറ്റവും കൂടുതൽ നടാൻ? ഇപ്പം വേനൽക്കാണെങ്കിലും ഇപ്പോൾ ആണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്താൽ മുളയ്ക്കും. അതിന് തണൽ ഷെയ്ഡ് കൊടുത്താൽ മതി. എന്തെങ്കിലും കുത്തി വെച്ചിട്ട് ചൂടൽ കൊടുക്കാന്ന് പറയും. ചൂടൽ കൊടുത്താൽ മതി. നമ്മൾ ഈ കമ്പുകൾ കുത്തുന്ന സമയത്ത് കുഴിഞ്ഞിരിക്കരുത്. കുഴിയായിട്ട് നിന്നാൽ അവിടെ വെള്ളം നിന്നിട്ട് ചീഞ്ഞു പോകും. അപ്പോൾ കുറച്ച് ഈ കുത്തുന്ന കമ്പുകൾ കുറച്ച് ഉയരത്തിൽ നിൽക്കുന്ന രൂപത്തിൽ, അതായത് ഒരു 2 ഇഞ്ച് ഉയരത്തിൽ നിൽക്കുന്ന രൂപത്തിൽ കുത്തി വെക്കണം. എങ്ങനെ? അത് മനസ്സിലായല്ലോ, ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരോ? ഈ നമ്മൾ ഇതിനുള്ള ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ നടുന്നില്ലേ പുതിയ പ്ലാന്റ് ചെയ്യാൻ? അല്ല, 2 ഇഞ്ച് പൊന്തി നിൽക്കുന്ന മണ്ണിൽ കുഴിയായിട്ട് വന്നാൽ കുഴിഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളം നനയ്ക്കുമ്പോൾ നമ്മൾ ആ വെള്ളം കെട്ടി നിൽക്കും അവിടെ. അപ്പോൾ ഈ കമ്പുകൾ ചീഞ്ഞു പോകും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഒരു ചെറിയ തിണ്ട് പോലെ, ചെറിയൊരു കൂന പോലെ കൂട്ടി ഒരു 2 ഇഞ്ച് ഉയരത്തിൽ ഈ കമ്പുകൾ നിന്ന് കഴിഞ്ഞാൽ ചീഞ്ഞു പോകില്ല. പിന്നെ ഈ പുഴു വരുന്നത് അതിപ്പോൾ മെലസ്ട്രോമയ്ക്ക് ആയാലും പിന്നെ ഈ എല്ലാത്തിനും പുഴു വരുന്നത് എല്ലാ ദിവസവും ഒന്ന് പോയി പരിപാലിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ? ഒരു ദിവസം നോക്കിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും.
എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും നമ്മളൊന്ന് പോയി പരിപാലിക്കുക തന്നെ. പിന്നെ എന്താണ് കാട് കയറാണ്ട് നോക്കണം. കാട് കയറി കഴിഞ്ഞാൽ പുഴു ശല്യം കൂടും. അതായത് ഫംഗൽ ചെയ്യാനും സാധ്യത കൂടുതൽ. ഇലകളെല്ലാം തിന്നു തീർക്കും, തണ്ട് മുറിച്ച് കളയും, ഒക്കെ പ്രശ്നം ഉണ്ടാവും. പിന്നെ എന്താന്ന് വെച്ചാൽ എപ്പോഴും ഈ പറഞ്ഞ പോലെ നീറ്റാക്കി ഇടുക എന്നുള്ളത്, കിടക്കണം. അതായത് ഇപ്പോൾ നീറ്റായി കിടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ റോഡ് പോലെ നീറ്റായി കിടക്കണം എന്നാട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? അത് എനിക്ക് ഒരു കുറച്ച് ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഞാനിത് ചെയ്യും. വേറെ പ്രത്യേകിച്ച് പരിപാടികൾ എന്ന് പറഞ്ഞാൽ വേറെ ചെയ്യാൻ പോകും. ശരിക്കും കൃഷി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചില്ല. ഇത് കണ്ടിട്ട് ആകെ കിളി പോയിട്ടാ ചോദിക്കാത്ത കേട്ടോ, സോറി. പിന്നെ കൃഷിയുണ്ട്, തേയിലയൊക്കെ ഉണ്ട്. തേയിലയാണ് ഇത് നമ്മുടെ തേയില തന്നെയാണ് അല്ലേ? ഇത് നമ്മുടെ തേയിലത്തോട്ടം. എന്തൊക്കെ പറഞ്ഞാലും ഒരു വല്ലാത്ത സ്ഥലത്ത് ഇത് വന്ന് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും വന്ന് എത്തിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു സ്വർഗ്ഗലോകം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് പറയാം. കാരണം ഈ ഒരു പ്രദേശം നല്ലത് തന്നെയാണ്, ഭംഗിയുണ്ട്. അതിലേറെ ഈ ഒരു ഭംഗി കാണുമ്പോൾ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു, നമ്മുടെ റംഗൂൺ ക്രീപ്പർ ഒരു ഇറച്ചിക്കടയുടെ മുമ്പിൽ മനോഹരമായിട്ട് ബ്ലൂം ചെയ്ത് നിൽക്കുക. അതിലേറ്റവും കൂടുതൽ കമൻറ്റ് വന്നത് ഇത് കാട്ടുചെടിയാണ്, ഞങ്ങളുടെ നാട്ടിലുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? അതിലൊരു കഥയുണ്ട്, അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇതിന്റെ വേറെ സാധനമുണ്ട്. ഇത് ഈ ഷേപ്പൊക്കെ ഇത് തന്നെയാണ്, പൂക്കളുടെ ഷേപ്പൊക്കെ ഇത് തന്നെയാണ്. ഇതിപ്പോൾ മൈസൂർ പോയവർക്ക് മനസ്സിലാവും. മൈസൂർ പോയി കഴിഞ്ഞാൽ ഇതാണ് അവിടെ ഉപയോഗിക്കുന്ന നല്ല സ്മെല്ലുള്ളൊരു മുല്ലയായത്, മൈസൂർ മുല്ല. അതായത് എനിക്ക് വീട്ടിലുണ്ട്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എനിക്കൊരു തൈ സെറ്റായി കിട്ടിയതും. ഇത് ഈ പറയുന്നവർ വിചാരിക്കുന്ന ആ കാട്ടുചെടിയാണെന്നും അതിനൊരു നല്ല ഗുണമല്ലാത്തൊരു സ്മെല്ലാണ്. അതുപോലെ തന്നെ ഇത് ഭയങ്കരമായിട്ട് പടർന്നുണ്ടാവും. അപ്പോൾ അതാണ് പറയുന്നത് സത്യത്തിൽ. പിന്നെ ഇതിൻ്റെ ഒരുപാട് പെറ്റൽസ് വ്യത്യാസങ്ങളുണ്ട്, മൾട്ടി പെറ്റൽസ് ഉണ്ട്, ടിസ്റ്റിങ് പെറ്റൽസ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് ശരിക്കും കാട്ടുചെടി അല്ല, നാട്ടുചെടിയാണെന്ന്. ഇത് നാട്ടുചെടിയായി. നാട്ടുചെടി എന്ന് വെച്ചാൽ ഇത് മൈസൂർ മുല്ല എന്നാണ് ഇതിനെ പറയുന്നത് ശരിക്കും, നമ്മളെ മലയാളത്തിൽ പറഞ്ഞത്. അതെ. ഇതിന് നല്ല സ്മെല്ലാണ്. ഇതിപ്പോൾ രാത്രിയൊക്കെ ഇതിലെ വന്നിട്ടുണ്ടെങ്കിൽ അത്രമാത്രം സ്മെല്ലാണ് ഇവിടെ. ആ മറ്റേ ചെടി എന്ന് പറഞ്ഞില്ലേ, അത് വലിപ്പം കൂടിയ പൂവായിരിക്കും. അത് ഒരു മരം കിട്ടിക്കഴിഞ്ഞാൽ വലിഞ്ഞ് മരത്തിലോട്ട് എവിടെയുണ്ട് അവിടെ വരെ കയറി പോകും. ഇതങ്ങനെ പോകില്ല, ഇതിങ്ങനെ നിൽക്കുള്ളൂ. അതെ. ഇപ്പൊ ഈ പുറകിൽ നിൽക്കുന്നവര് മൗനമായിട്ട് നിൽക്കുന്നത് എന്താന്ന് വിചാരിക്കണ്ട കേട്ടോ, ഇവർക്ക് ഇതിൽ റോളില്ല, തൊടാൻ സമ്മതിക്കില്ല, അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. ഇപ്പൊ ഈ പൂക്കള് ഇതിന്റെ ഒരു അംശം പോലും ഇതിനകത്തില്ല, എല്ലാം തീർന്നു. പക്ഷെ ഇത് കാണുന്നവർക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇത്രയൊന്നും ഫ്ലവർ ഇപ്പൊ എന്നോട് ആദ്യം തന്നെ പറഞ്ഞു മെലസ്ട്രോമ ഇപ്പോഴല്ല ഫ്ലവർ എന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മുടെ റോസ് ചോദിച്ചപ്പോൾ അവിടെയും അതും പറഞ്ഞു ഇപ്പോൾ ഫ്ലവർ ഇല്ലാന്ന്. ഇപ്പൊ റംഗൂൺ ക്രീപ്പർ ചോദിച്ചപ്പോഴും പറഞ്ഞു ഫ്ലവർ ഇല്ലാന്ന്. പക്ഷെ ഇത്രയൊക്കെ മതി, കാരണം ഇത്രത്തോളം ഭംഗിയായിട്ട് ഇപ്പോഴും ഫ്ലവർ നിൽക്കുന്നുണ്ടല്ലോ ഓഫ് സീസണിലും. അത് തന്നെയാണ് എൻ്റെ വലിയ കാര്യം. ഒരാഴ്ച മുമ്പായിരുന്നെങ്കിൽ ഇത് ഫില്ലായി നിന്നതാ പൂക്കൾ കൊണ്ട്. ഇത് നിറച്ചുണ്ടായിരുന്നു അല്ലേ? കുറച്ച് പൂക്കള് വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നിൽക്കില്ലല്ലോ, അതെ, തീർച്ചയായും ഒഴിഞ്ഞു പോകില്ലേ. അപ്പൊ ഇതിനൊരു സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് വരുമ്പോൾ നിറഞ്ഞിങ്ങ് വരും. പൊഴിയുന്ന സമയത്ത് നമുക്ക് വിഷമമുണ്ടായിട്ട് കാര്യമില്ലല്ലോ, സാധനം പൊഴിഞ്ഞു പോകുമല്ലോ. ഇനി എന്തെങ്കിലും കാര്യം അറിയാനുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ എനിക്ക് അറിയുന്നത് പോലെ പറഞ്ഞുതരാം. അതെ, ഈ ചെടികളെ കുറിച്ച് ഇനി എന്തെങ്കിലും കാര്യമായിട്ട് അറിയാനുണ്ടെങ്കിൽ തീർച്ചയായും കമന്റിന് മറുപടി തരും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു, മണ്ണിൽ വീണുടയുന്ന ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പകരുന്നു, ഇന്ദ്രിയങ്ങളിലതു പകരുന്നു. പകൽക്കിനാവിൽ പനിനീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം